ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം വിഷുവാണ്. കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് 1-2 ആഴ്ചയായി ഞാനിപ്പോൾ ആ വീഡിയോ ഇട്ടിട്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും അങ്ങനെ വീഡിയോ ഇടയില്ല. 1-2 ആഴ്ചയായി. നേരം ഇന്നിപ്പം ഡേറ്റ് 14. ഇന്ന് വിഷു. ഇന്ന് ഇപ്പോൾ 1 മണിയായി. ഇന്നിപ്പോൾ വിഷുവായി. നേരം വിഷുവിന് ഇപ്പം ഞാൻ ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാ സെലിബ്രേഷനും ഓരോ ട്രിപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെ ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിരുന്നു. ട്രിപ്പ് ലാസ്റ്റ് ക്യാൻസലാക്കി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏട്ടനും 2 ഏട്ടന്മാരും അത് 2 ഏട്ടന്മാരും ഞാൻ ഇങ്ങനെ പല വഴിക്ക് പോയി. അച്ഛനോടെ പോസ്റ്റായി പോകും. പിന്നെ വെച്ച് അച്ഛനെ കൊണ്ടുവന്ന് അമ്പലത്തിലൊക്കെ പോയി സിനിമയിലും കാണിച്ച് ഇന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരത്തെ പടക്കം വലുതൊന്നും വാങ്ങിയില്ല. കാരണം ആ പടക്കം പൊട്ടിക്കാൻ മൂടൊന്നുമില്ല. അങ്ങനെ മൂടൊന്നുമില്ല. ഇപ്പം എല്ലാവരും കിടന്നുറങ്ങിയേക്കുക. അങ്ങനെ ഇങ്ങനെയൊക്കെ പടക്കം പൊട്ടുന്നുണ്ട്. ഉറങ്ങണോ വേണ്ടയോ? രാവിലെ എണീക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. കാരണം കുറേ നാളായി ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. പണിത്തിരക്കായുണ്ട്. വലിയ രീതിയിലുള്ള പടക്കമൊന്നും വാങ്ങിയില്ല. പടക്കം വാങ്ങിയത് ഈ ഒരു ഗുണ്ടല്ല, ഒരു പെട്ടി, നല്ല കിട്ടില്ല സാധനം. പിന്നെ ഉള്ളത് ഈ ഒരു പീടിപ്പടക്കം. പിന്നെ ഉള്ളത് ഒരു ബാണെന്നൊക്കെ പറയും. ഇതേ ആയിട്ടുള്ളൂ. ഇത് 2-3 സെറ്റടക്കം വാങ്ങിയതാണ്, ഓരോന്നല്ല. പിന്നെ പടക്കം പൊട്ടിക്കാനുള്ള അധികം ആവേശമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ പടക്കമൊന്നും വാങ്ങിയില്ല. വാങ്ങണമെന്ന് വിചാരിച്ചാൽ വാങ്ങിയില്ല. കാരണം നാളെ ഒന്ന് നമ്മളവിടുത്തെ അമ്പലത്തിൽ കണിയുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കണി കാണാൻ പോകണം. ഒരു 5 മണിക്ക് അവിടെ കണിയാണ്. കാരണം കണി കാണുമെന്ന് പറയുമ്പോൾ അച്ഛനെ കൊണ്ടൊന്ന് കണി കാണിക്കാൻ പോകണം. എന്നിട്ട് പറശ്ശിനിക്കടവ് ഒന്ന് പോകണം. പറശ്ശിനിക്കടവ് പോയി അവിടെ നിന്ന് ദർശനമൊക്കെ കിട്ടി. അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും സിനിമക്ക് പോകണമെന്നാണ് ആഗ്രഹം. അച്ഛനെ ഒന്ന് ചുറ്റിക്കറക്കി ഡ്രസ്സെല്ലാം വാങ്ങി കൊടുത്ത് ചുറ്റിക്കറക്കി എന്ന് വരാമെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ വെള്ളിയാഴ്ച പണി കഴിഞ്ഞു. ശനിയാഴ്ച, അതായത് ഇന്നലെ, ഇപ്പം ഞായറാഴ്ചയായി. 1 മണിയായി ഞായറാഴ്ച. ഇന്നലെ എനിക്ക് ഊട്ടിയിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. വണ്ടി എടുത്തിട്ട് ഊട്ടിയിലോട്ട് പോകാൻ. പക്ഷേ ഞാനത് ക്യാൻസലാക്കി. ഞാൻ ആ ഊട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛനോട് 2 വഴിക്ക് പോകും. 2 ഏട്ടന്മാർ 2 വഴിക്ക് പോകും. അങ്ങനെ അച്ഛനോട് ഒറ്റക്കായി പോകും. അച്ഛനെ കൊണ്ട് ഒരു ട്രിപ്പ്. നേരം ഒന്ന് ഉറങ്ങട്ടെ. ഒരു 4 മണിക്കൂർ ഉറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഉറങ്ങുള്ളൂ, സാധ്യതയില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കാൻ റിസ്ക് ആയിരിക്കും. അല്ല, നാളെയല്ല, ഇന്ന് 4 മണിക്ക് കാണാം. ബൈ. ഹലോ ഗൈസ്, അന്നേരം നമ്മളിപ്പം കുളിച്ചൊരുങ്ങി ഇനി പോകാൻ നിൽക്കുക. അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുക. ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു മടപ്പുര പോയിട്ട് വന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. സടക്ക് തന്നെ എല്ലാം പരിപാടി കഴിഞ്ഞ്. പിന്നെ അടുത്ത് നമ്മൾ ലോങ് ആയിട്ടൊരു അമ്പലത്തിൽ പോകാൻ നിൽക്കുക. ഈ വണ്ടി മാറ്റിയിട്ട് ഏട്ടൻ്റെ വണ്ടി എടുക്കണമെന്ന്. ഇത് സെൽഫ് കുറച്ച് റിസ്ക്കാണ് അടിക്കാൻ. അന്നേരം കിട്ടുമെന്ന് ഒരടി ട്രൈ ഒക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പം ശരിക്കും തേഞ്ഞിരിക്കുക. പമ്പുമില്ല, പമ്പ് തുറക്കില്ലെന്നാണ് പറയുന്നത്. പണിക്കാറില്ല പോലും. അന്നേരം വണ്ടി ഓഫായി. ഇന്നലെ എണ്ണ അടിച്ച് നോക്കേണ്ടായിരുന്നു. ഞാനിപ്പം നേരെ വീട്ടിൽ നിന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങി നേരെ വീട്ടിൽ പോയി. അത് ചെറിയൊരു മടപ്പുരയായിരുന്നു മുത്തപ്പൻ്റെ. നേരെ ജസ്റ്റ് അവിടെ നിന്ന് കണി കണ്ടിട്ട് നേരെ പറശ്ശിനിയിലേക്ക് പോകുന്ന വെച്ചാൽ
ലോങ് വീഡിയോ എടുക്കണം എന്നുണ്ട്. പക്ഷേ എത്ത് ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഈ മൗണ്ടനൊക്കെ ഉണ്ട്, ഫോണൊക്കെ കുറേ ലോങ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അഥവാ പോലീസ് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഒന്നാമത് 250 രൂപ ഫൈൻ ഉള്ളതാണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് പിടിക്കണം എന്ന് തോന്നും. അതാണ് സീൻ. പമ്പില്ല. എൻ്റെ അച്ഛനും പോസ്റ്റ്, ഞാനും പോസ്റ്റ്. ഇല്ല, പമ്പിൽ ലീവാ. അപ്പം അച്ഛനും പോസ്റ്റ്, ഞാനും പോസ്റ്റ്, ശരിക്കും പോസ്റ്റ്. എനിക്കിപ്പോൾ അങ്ങോട്ടാണ് പോകാനുള്ളത്. ഞാൻ വന്നത് ഇവിടുന്നാണ്. അന്നേരം ഇതിൻ്റെ ബാക്കിൽ 2 പമ്പും കൂടി ഉണ്ട്. അവിടെ ഈ 6 to 10 തന്നെ ആകുമ്പോൾ ഈ ടൈം ഇതിൻ്റെ അതേ ടൈം തന്നെ ആകുമ്പോൾ 6 to 10 തന്നെ ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് അവിടെ തുറക്കുമെങ്കിൽ ഏട്ടൻ അവിടെ നിന്ന് എണ്ണ വാങ്ങിയിട്ട് വരുമെന്നാണ് പറഞ്ഞത്. അവിടെ തുറന്നില്ലെങ്കിൽ ശരിക്കും തേഞ്ഞെന്നറിയാം. എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണെന്നറിയാം വന്നേ. മലപ്പുറം കത്തി, ഇരുമ്പിൻ്റെ തോക്ക്, അമ്പും വില്ല് എല്ലാം തേഞ്ഞു. ശരിക്കും തേഞ്ഞിപ്പോൾ. ഉറക്കം വരുന്നു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നല്ല ഉറക്കം വരുന്നു. എന്താകുമ്പോൾ സിനിമക്കെല്ലാം വേണ്ടി ഇന്ന് നല്ല ഉറക്കം വരുന്നു. പിന്നെ അവർ വരണം, അതുവരെ കാത്ത് കാണാം. അവർ വരട്ടെ. കൈസ് അങ്ങനെ നമ്മളിപ്പം നടുത്തെരുവിലൂടെ നടക്കുവാണ്. നടുത്തെരുവിലൂടെ, അതായത് വിഷുവിൻ്റെ അന്നേ ദിവസം നടുത്തെരുവിലൂടെ നടക്കുന്ന ഞാനും എൻ്റെ അച്ഛനാവുണ്ടല്ലോ. എവിടെ അതച്ഛൻ എവിടെ? എന്നാണ്ട് അച്ഛൻ നടുത്തെരുവിലൂടെ നടക്കുന്ന ഞാനും എൻ്റെ അച്ഛൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത് ചാടിക്കാൻ പോയത്, പക്ഷേ എനിക്ക് ചായ കിട്ടിയിട്ടില്ല. ചായ കിട്ടാൻ അവിടെ കട ഓപ്പണായിട്ട് വരുന്നില്ല. ഇനി അവിടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ചായ ഇല്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പം നമ്മൾ നടുത്തെരുവിലോട്ട് ഇങ്ങനെ നടന്ന് കളിക്കാൻ. ഇല്ല, ഹലോ, പെട്ടെന്ന് വാ. വെള്ളത്തോട്ട് ദാഹിക്കുന്നു. വിഷുവായിട്ട് നടത്തിച്ചാച്ച വെള്ളം. വിഷുവായിട്ട് നടക്കേണ്ട ദിവസമൊന്നുമില്ലേ? പാവാച്ചനെ വിഷുവായിട്ട് ഞാൻ നടത്തിച്ച്. സത്യം പറഞ്ഞിട്ട് മുൻകൂട്ടി എണ്ണടിച്ച് വെക്കേണ്ടതായിരുന്നു. ഇന്ന് വിഷു വന്നോ പമ്പ് തുറക്കുന്നോ ആ ഒരു ചിന്ത ഉണ്ടായതില്ല. എൻ്റെ എന്താണെന്ന് വെച്ചാൽ രാവിലെ അടുത്തൊരു മുത്തപ്പൻ കടയുണ്ട്, അവിടെ പോവുക, അവിടെ പോയിട്ട് ഡയറക്റ്റ് പമ്പിലേക്ക് എത്താനുള്ള ഓപ്ഷൻ. അതായിരുന്നു എൻ്റെ ഒരു ചിന്ത. സിംഗിൾ പമ്പ് ഇങ്ങനൊരു പണി തരുമെന്ന് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. വല്ലാത്തൊരു പണിയായിപ്പോയി. ചേട്ടായി വരുന്ന പറഞ്ഞ ചേട്ടനെ കാണുന്നുമില്ല. ഒരു കുരിപ്പ് ചെങ്ങായി എന്ന സാധനം വരാണ്ട്. ആ സാധനം എപ്പോൾ വരും? സമീപം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. 5 മണിക്ക് പറശ്ശിനി പോകണം എന്ന് വിചാരിച്ചത്. 5 മണിക്ക്. ഇപ്പം ആ സമയം 7 മണിയാകാനായി. അതെന്താകുമോ? ചെങ്ങായി ഇവിടെ അടുത്ത് വേറൊരു അമ്പലത്തിൽ, രാജരാജേശ്വരി അമ്പലം എന്ന അമ്പലത്തിലുണ്ട്. ചെങ്ങായി അവിടെ എവിടെയെങ്കിലും പമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ എണ്ണ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതാണ് അമ്പലത്തിൽ കയറിയിട്ടാണ് ഉള്ളത്.
പിന്നെ എൻ്റെ ഏട്ടനെയും വിളിച്ചു പറഞ്ഞു. ഏട്ടൻ നോക്കട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പം ഈ പമ്പല്ലാതെ എൻ്റെ ബാക്കിൽ നമുക്കിപ്പം